നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ സംഭവ വികാസവും ചൈനയ്ക്കും പാകിസ്ഥാനും മോശം വാർത്തയും നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ആധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഇന്തോനേഷ്യ ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വാങ്ങാൻ ഇന്ത്യയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സമീപ സംഭവ വികാസത്തിൽ ഇന്തോനേഷ്യയുടെ പ്രതിരോധ മന്ത്രാലയ വക്താവ് റിക്കാർഡോ സിറേറ്റ് ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത് ഈ കരാർ ഇന്തോനേഷ്യയുടെ സൈനിക ഹാർഡ്വെയറും അതോടൊപ്പം തന്നെ പ്രതിരോധ ശേഷികളും പ്രത്യേകിച്ച് സമുദ്ര മേഖലയിൽ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും അത് ചൈനയ്ക്കും പാകിസ്ഥാനും മോശം വാർത്തയാകുന്നത് എന്തുകൊണ്ടാണെന്ന്. അതിനൊരു പ്രധാന കാരണം ഇന്ത്യൻ റഷ്യൻ സർക്കാരുകളുടെ സഹ ഉടമസ്ഥയിലുള്ള ബ്രഹ്മോസ് എന്ന കമ്പനി ക്രൂയിസ് മിസൈൽ വിൽപ്പനയ്ക്കായി ഇന്തോനേഷ്യയുമായി ചർച്ചകൾ നടത്തിവരികയാണ്. 2025 ഇന്ത്യ ഇന്തോനേഷ്യ പ്രതിരോധ മന്ത്രിമാരുടെ സംഭാഷണത്തിലെ ചർച്ചകൾ ഉൾപ്പെടെ ഉന്നതതല സന്ദർശനങ്ങളിൽ ശക്തി പ്രാപിച്ച നീണ്ട ചർച്ചകളെ തുടർന്നാണ് കരാർ ഒപ്പിട്ടതെന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫിലിംസിന് ശേഷം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ രണ്ടാമത്തെ വിദേശ വാങ്ങുന്ന രാജ്യമായി ഇന്തോനേഷ്യ മാറുന്നു. ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്നാൽ 2022 ജനുവരിയിൽ ഫിലിപ്സ് 3 തീരദേശ കപ്പൽ വിരുദ്ധ ബ്രഹ്മോസ് ബാറ്ററികൾക്കായി $375 മില്യൺ കരാറിലാണ് ഒപ്പുവെച്ചത്. ആദ്യ ബാച്ച് 2024 ഡെലിവറി നടക്കും. മിസൈൽ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തെ പ്രശംസിച്ചുകൊണ്ട് ഫിലിപ്സിയൻ സൈനിക ഉന്നതർ ഈ സംവിധാനത്തെ ഒരു ഗെയിം ചേഞ്ചറായി വിശേഷിപ്പിക്കുകയും കൂടുതൽ സംരംഭങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുകയുമാണ് ചെയ്തത്. കൂടാതെ ഫിലിപ്സ് കരാർ ഈ മേഖലയിൽ മിസൈലിൽ കൂടുതൽ താല്പര്യം വളർത്തിയതായി ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സമീപമുള്ള ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനാൽ ഇന്ത്യയുടെ പ്രാദേശിക സഖ്യകക്ഷിയായ ഇന്തോനേഷ്യ ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വിന്യസിക്കാൻ സാധ്യത ഉള്ളത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു ആശങ്കയായി തന്നെയാണ് കാണുന്നത്. മിസൈലിന്റെ സൂപ്പർ സോണിക് വേഗത തടയുന്നത് ബുദ്ധിമുട്ടാക്കുകയും കൂടാതെ കപ്പലുകളെ ലക്ഷ്യമിടാനുള്ള അതിന്റെ കഴിവ് ചൈനീസ് നാവിക നീക്കങ്ങളെ പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടൽ പോലുള്ള തന്ത്രപ്രധാനമായ സമുദ്ര പാതകളിൽ ബാധിച്ചേക്കാമെന്നാണ് പറയുന്നത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. കൂടാതെ അന്തർവാഹിനികൾ, കപ്പലുകൾ, വിമാനങ്ങൾ അല്ലെങ്കിൽ കര പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈൽ സംവിധാനം കര നാവിക വ്യോമ സേനകൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ 4 ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിലും മറ്റ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും വിനാശകരമായ പ്രത്യാഘാതങ്ങളോടെ മിസൈൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഉപയോഗിച്ചത് ബ്രഹ്മോസ് തന്നെയാണ്.